ഹലോ ഗൈസ്, ഇതൊക്കെ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളൊന്ന് കോട്ടയ്ക്കൽ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്, മിംസിലേക്കാണ് പോകുന്നത് കേട്ടോ. കോട്ടയ്ക്കൽ പറഞ്ഞാൽ എനിക്ക് എന്നും സ്പെഷ്യലാണ്, കാരണം ഞാൻ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടൈമൊക്കെ ഒക്കെ ലെൻസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. രാവിലെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി വന്നിട്ട് ലെൻസിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊന്നും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് തന്നെ ലെൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബോക്സോ സൊല്യൂഷനോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഷോപ്പിൽ കയറി നമ്മളതൊക്കെ മേടിച്ച് ലെൻസ് മാറ്റി സ്പെക്സ് ആക്കി. പിന്നെ പോണ വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു, അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടയ്ക്കൽ ടൗണിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിലെത്തി, മിംസിലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ പോവുകയാണ്. അപ്പോഴത്തേനും അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു, ഉച്ച സമയമല്ലേ. ഹോസ്പിറ്റലിൽ കയറണമെന്നുണ്ടായിരുന്നു അൽമാസിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരു മാരേജ് ഫംഗ്ഷന് പോയിട്ടുള്ളതുകൊണ്ട് അവിടെ കയറിയില്ല. പിന്നെ വരാൻ വിചാരിച്ച് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരീക്കോടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇക്കാടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനായിട്ട് വേറൊരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അതൊക്കെ നോക്കി എടുക്കേണ്ട ടൈം കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് റൗണ്ട് അടിച്ച്. ഒരുപാട് ക്രോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മെയിനായിട്ട് ബേബി ഗേൾസിൻ്റെ ഷൂസും ചെരുപ്പുകളൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ട്, അടിപൊളി കളക്ഷനും ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതൊക്കെ നോക്കി എടുക്കുന്ന സമയത്താണ് മോനാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ അവനക്ക് പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് കളിയാവും. ഇപ്പം അത് ഇരിക്കുന്ന ചെയർ എടുത്തിട്ടാണ് ആൾ വണ്ടിയാക്കി ഉരുട്ടി കളിക്കും, പിന്നെ അതിൻ്റെ മേലെ കയറി ഇരുന്ന് കളിക്കും. അങ്ങനെയൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ പോയത്. അതുകൊണ്ട് വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് തിരിച്ച് വരാം. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉറക്കക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ഓണായിരുന്നു കേട്ടോ. ആൾ വരുന്ന വഴിക്ക് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഈ ടൈമിൽ കേട്ടോണ്ടിരിക്കാനായിട്ട്. കുറേയൊക്കെ മനസ്സിലാവും, പിന്നെ കുറേയൊന്നും മനസ്സിലാവില്ല, അങ്ങനെയാണ്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തണ്ണിമത്തൻ്റെ എന്താ പറയുക, ഇങ്ങനെ പാടം സെറ്റ് ചെയ്യാനായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വിളവെടുക്കുന്ന സമയത്ത് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പറ്റുമോയെന്നറിയില്ല. പിന്നെ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും കൂടി വേണമായിരുന്നു. അത് മേടിക്കാനായിട്ട് സ്ഥിരം പോണ ഷോപ്പിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അവിടെ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളിപ്പൂ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടി മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ, ടാറ്റാ.